ശീതകാല പച്ചക്കറിയുടെ കലവറയായ കാന്തല്ലൂരിലെ കർഷകർ കടുത്ത വേനലിൽ കൃഷിക്കായി ജലത്തിന് നട്ടം തിരിയുന്നതിന്റെ പ്രധാന കാരണം കൃഷി വകുപ്പിന്റെ ആസൂത്രണമില്ലാത്ത പദ്ധതികളാണെന്ന് പരാതി വ്യാപകമാകുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ കോടികളുടെ പദ്ധതികളാണ് പ്രദേശത്ത് പ്രയോജനശൂന്യമായി കിടക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ നീരൊഴുക്ക് നിലച്ചതോടെ ദുരിതം പേറുന്ന കർഷകരെ സഹായിക്കാനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെങ്കലാറിൽ ചെക്ക് ഡാം നിർമ്മിച്ചത്. എന്നാൽ മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്കിന്റെ ഗതി നിർണ്ണയിക്കാതെ നിർമ്മിച്ച ഡാം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ഇത്തവണ വേനൽ കടുത്തതോടെ ചെക്ക് ഡാമിൽ വെള്ളം ഒഴുകിയെത്താത്ത അവസ്ഥയാണ്. കുറേയൊക്കെ പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇത് പണിതേക്കണതാ. പിന്നെയും ഒരു 3 അടി പൊക്കിയിട്ട് അതിപ്പോൾ ഒരു പ്രയോജനമില്ലാതെ ഒരു തുറന്ന മട അവിടെ കാണുന്നുണ്ട്. അത് 3 അടി പൊക്കിയതിലും നഷ്ടമാണ്. ഈ ഡാം കൊണ്ട് ഇവിടെ സാധാരണ ആൾക്കാർക്ക് പ്രയോജനമില്ലെന്നേ ഉള്ളൂ, വെള്ളമില്ല. 50 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന കൃഷി വകുപ്പാണ് ചെക്ക് ഡാം നിർമ്മിച്ചത്. കൃത്യമായ പഠനത്തിന് ശേഷം നീരൊഴുക്കിന് അനുസൃതമായി ഡാം നിർമ്മിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കർഷകർക്ക് ഈ വേനലിൽ ഇവിടെ നിന്നും കൃഷിക്കായുള്ള ജലം ലഭിക്കുമായിരുന്നു. ഇത്തരത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾക്കായി തുലച്ചത് കോടികളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി കൃഷിക്കാർക്കായി ജലസേചനത്തിനായി നിർമ്മിച്ച ചെങ്കലാർ ഡാമാണിത്. പൂർണ്ണമായും വറ്റിവരണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന കടുത്ത വേനലിനെ സൂചിപ്പിക്കുന്നതാണ് ഡാമിന്റെ ഇന്നത്തെ അവസ്ഥ. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമം നേരിടുന്ന കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകൾക്ക് ഇനി ഏക ആശ്രയമാണ് പട്ടിശ്ശേരി ഡാം. 2014 നിർമ്മാണം ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തമിഴ്നാടിന്റെ എതിർപ്പിനെ തുടർന്ന് നിലച്ച മട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമം നേരിടുന്ന ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജലക്ഷാമത്തിനുള്ള ശാശ്വത പരിഹാരമാണ് പട്ടിശ്ശേരി ഡാം. 2014 24 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പണി ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാന്തല്ലൂർ ഗ്രഹനാഥപുരത്ത് നിർമ്മിക്കുന്ന ഡാമിന്റെ ജലസ്രോതസ് മന്നവൻ ചോലയാണ്. എന്നാൽ പാമ്പാറിന്റെ കൈവഴിയായ ചെങ്കലാറിന് കുറുകെയാണ് ഡാം നിർമ്മാണമെന്നാണ് തമിഴ്നാടിന്റെ വാദം. കർഷകരെ അണിനിരത്തി വൈക്കോയും സംഘവും പ്രതിഷേധം തീർത്തതോടെ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനവും ഇഴഞ്ഞു തുടങ്ങി. ഡാം നിർമ്മാണത്തിന്റെ പ്രയോജനം കർഷകർ വിശദീകരിക്കുന്നത് ഇങ്ങനെ: 1500 ഹെക്ടർ കൃഷിക്കാർക്ക് വെള്ളമില്ലാതെ ഈ ശീതകാല കൃഷി നടത്താതെ ഉണങ്ങി കിടക്കുക. എത്രയും പെട്ടെന്ന് ഈ കൃഷി ഡാം ഒന്ന് പൂർത്തിയാക്കി വെള്ളം നിറച്ചു കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് എല്ലാവർക്കും ലാഭകരമാകും. കാന്തല്ലൂരിനെ ശീതകാല പച്ചക്കറിയുടെ ഹബ്ബാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകണമെങ്കിൽ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം. ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ കാന്തല്ലൂർ പഞ്ചായത്തിനെയും ശർക്കര പെരുമയ്ക്ക് പേരുകേട്ട മറയൂർ പഞ്ചായത്തിനെയും ഹരിതാപമാക്കാൻ പട്ടിശ്ശേരി ഡാം യാഥാർത്ഥ്യമാകേണ്ടതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഡാം പൂർത്തീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ വേനലിൽ കഷ്ടപ്പെടുന്നത് കർഷകരായിരിക്കും. പട്ടിശ്ശേരി ഡാം സൈറ്റിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. വടിയൂന്നിയും ഉറ്റവരുടെ കരം പിടിച്ചും വേദിയിലേക്ക് വന്നവർ തിരികെ മടങ്ങിയത് തങ്ങൾക്ക് ലഭിച്ച സ്കൂട്ടറിൽ അഭിമാനത്തോടെ. കൊല്ലം ജില്ലയിലെ ഭിന്നശേഷിക്കാരായ 141 പേർക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന സ്കൂട്ടർ വിതരണം ഹൃദ്യമായ ചടങ്ങായി. കൊല്ലം ബീച്ച് റോഡിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് മുകേഷ് MLA സ്കൂട്ടറുകളുടെ വിതരണം നിർവഹിച്ചു. ജില്ലയിലെ അർഹരായ എല്ലാ ഭിന്നശേഷിക്കാർക്കും സഞ്ചാര സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2015-2016 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടർ വിതരണം ചെയ്തത്. ഒരു സ്കൂട്ടറിന് 65,000 രൂപയാണ് വില. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 212 സ്കൂട്ടർ വിതരണം ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ആനുകൂല്യത്തിന് അർഹരാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് തെരഞ്ഞെടുത്തത്. ചിറക്കര ഉളിയനാട് സ്വദേശി എസ് സുജികുമാറിന് താക്കോലും വാഹന രജിസ്ട്രേഷൻ രേഖകളും കൈമാറി മുകേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജഗദമ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശിവശങ്കരപിള്ള, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എസ് സബിത ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീ സുരക്ഷ മുൻനിർത്തി കോഴിക്കോട് നഗരത്തിൽ ഇന്നു മുതൽ പോലീസിന്റെ പിങ്ക് പെട്രോളിംഗ്. വനിതാ പോലീസുകാർ മാത്രമടങ്ങിയ സംഘമാകും സ്ത്രീകളുടെ പരാതികൾക്ക് പരിഹാരം കാണാനായി നഗരത്തിൽ കറങ്ങുക. കോഴിക്കോട് നഗരവും ഇനി പിങ്ക് പോലീസിന്റെ കാവലിലാകും. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പിങ്ക് പെട്രോളിംഗ് സംഘം കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാവുക. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നവരെ വലയിലാക്കുക, സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഒരുക്കുക തുടങ്ങിയവയാണ് പിങ്ക് പോലീസിന്റെ ലക്ഷ്യങ്ങൾ. 12 വനിതാ പോലീസുകാരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച പിങ്ക് നിറത്തിലുള്ള 2 വാഹനങ്ങളാകും സ്ത്രീകൾക്കായി നഗരത്തിൽ കറങ്ങുക.
ട്രെയിനിലാണേലും നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹെൽപ്പിനും സഡനായിട്ടൊരു ആക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ പിങ്ക് പെട്രോൾ ഇപ്പോൾ ആവിഷ്കരിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറുണ്ട് 1515 അതിലേക്ക് വിളിച്ചാലും നമ്മുടെ പാർട്ടി അവിടെ എത്തും. അവർക്ക് വേണ്ട എന്താണോ ഹെൽപ്പ് സ്ത്രീകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കും. സ്കൂൾ, കോളേജ്, ഓഫീസുകൾ, ലേഡീസ് ഹോസ്റ്റലുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സംഘം പട്രോളിംഗ് നടത്തും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാവും സ്ക്വാഡ് പ്രവർത്തിക്കുക. സ്ത്രീകളുടെ എല്ലാ പരാതികളും പരിഹരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാകും കോഴിക്കോട് നഗരത്തിൽ പിങ്ക് പോലീസ് സുരക്ഷാ വലയം തീർക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒഴിവുള്ള പോസ്റ്റുകളേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന PSCയുടെ പ്രവണത നല്ലതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ ഇതുമൂലം ഉണ്ടാകുന്നതായും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ സർക്കാരിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ ആവശ്യമുന്നയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. PSCയുടെ 60ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. PSCയുടെ 60ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ PSCയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന രീതിയെ വിമർശിച്ചത്. ഈ ലിസ്റ്റിൽ ആൾ പെടുന്നു. ഒരു 20 പേരാണ് വേണ്ടതെങ്കിൽ ഒരുപാട് ആളുകളെ ഈ ലിസ്റ്റിലേക്ക് പെടുത്തുക. അപ്പം ഓരോരുത്തരും വിചാരിക്കുന്നത് എനിക്ക് ഉദ്യോഗം കിട്ടാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് 20 പേരെ വേണ്ടു എന്നുള്ളത് ഒന്നും അവർ കണക്കാക്കുന്നില്ല. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആളുകളെ എടുത്തു കഴിയുന്നതോടെ പിന്നെ ഈ ലിസ്റ്റ് എങ്ങനെയെങ്കിലും ദീർഘിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമായിട്ടാണ് സർക്കാരിൻ്റെ മുന്നിൽ അവർ വരുന്നത്. ഇത് നേരത്തെ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നു ചേർന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ചില മേഖലയിൽ നിയമനം നടത്തുന്നതിന് വേണ്ടത്ര ആളുകളെ കിട്ടാത്തതുകൊണ്ട് അത് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാക്കാൻ വേണ്ടിയൊരു നിർദ്ദേശം വന്നു. അതിലൂടെ സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പ്രയോഗത്തിൽ വലിയ തോതിലുള്ള പ്രയാസമാണ് നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും എന്നത് പൊതുവെ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് കിടക്കുന്നത്. അഴിമതി തൊട്ടു തീണ്ടാത്ത സ്ഥാപനമാണ് PSC എന്നും റിക്രൂട്ട്മെന്റിന്റെ വേഗം കൂട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സുവനീർ മേയർ VK പ്രശാന്തിന് നൽകി അദ്ദേഹം പ്രകാശനം നിർവഹിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, PSC ചെയർമാൻ അഡ്വക്കേറ്റ് AM സക്കീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ഓർമ്മയ്ക്കായി സഹപാഠികളുടെ ടെക് ഫെസ്റ്റ് ലക്കിടി മുന്നുണ്ണിക്കാവ് മൈതാനിയിൽ കോമോസ് എന്ന പേരിൽ നടക്കുന്ന ടെക് ഫെസ്റ്റ് ജിഷ്ണുവിന്റെ പിതാവ് ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു പങ്കുവച്ച സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയാണ് സഹപാഠികൾ ടെക് ഫെസ്റ്റുമായി ഒത്തുചേർന്നത്. ജിഷ്ണു പഠനശേഷം തുടങ്ങണമെന്നാഗ്രഹിച്ച കോമോസ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു ടെക് ഫെസ്റ്റ്. നെഹ്റു കോളേജ് മാനേജ്മെന്റിന്റെയോ അധ്യാപകരുടെയോ പിന്തുണയിലായി നടന്ന പരിപാടിയായിട്ടും നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ജിഷ്ണുവിന്റെ അച്ഛനും ബന്ധുവായ ശ്രീജിത്തും ചേർന്ന് സഹപാഠികൾ ഒരുക്കിയ ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണുവിന്റെ സഹപാഠികൾക്ക് അന്ന് മുഖമുണ്ടായിരുന്നില്ല. അന്ന് ആർക്കും മുഖമുണ്ടായിരുന്നില്ല. കറുത്ത തൂവാലയായിരുന്നു. ജിഷ്ണുവിന്റെ ചിത്രമുള്ള ഒരു കാർഡ്ബോർഡായിരുന്നു അവരുടെ മുഖം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് മുഖം വന്നിരിക്കുന്നു. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ജിഷ്ണുവിന്റെ ഓർമ്മകൾ നിറഞ്ഞു എന്ന പരിപാടിയിൽ ശബ്ദസാന്നിധ്യമായി ജിഷ്ണു എത്തി. പിന്നെ SFIന്റെ കാര്യം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് സമരം വിജയിച്ചു എന്നും പറഞ്ഞിട്ട് വന്ന വാർത്തകളൊക്കെ തെറ്റാണ്. മിനിസ്റ്റർ അവരോട് പറഞ്ഞത് ജസ്റ്റ് ഉറപ്പ് കൊടുത്തിട്ടേ ഉള്ളൂ, നോക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പഠിച്ചോ എന്നായിരിക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. നെഹ്റു കോളേജിനെ കൂടാതെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ടെക് ഫെസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാന്റീൻ ജീവനക്കാരനെ PC ജോർജ് MLA മർദ്ദിച്ചതായി പരാതി. MLA ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീ കാന്റീനിലെ ജീവനക്കാരനായ മനുവിനെയാണ് മർദ്ദിച്ചത്. ഊണെത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് PC ജോർജ് ജീവനക്കാരന്റെ മുഖത്തടിക്കുകയായിരുന്നു എന്നാണ് പരാതി. MLAക്ക് പുറമെ സഹായി മനുവിനെ മർദ്ദിച്ചതായാണ് പരാതിയുള്ളത്. എന്നാൽ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് PC ജോർജ് പ്രതികരിച്ചു. ഒറ്റയ്ക്കാണെന്ന് കൊണ്ടുകൊടുത്തത്. അപ്പോൾ ശാലം താമസിച്ചു. അതാണ് PC ജോർജ് സാറ് ആദ്യം ചീത്ത വിളിച്ചു. ഞാൻ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു. അങ്ങോട്ട് തിരക്കായതുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ സാറ് അത് മൈൻഡ് ചെയ്യാതെ അടിക്കുകയും അത് കണ്ടുനിന്ന PA ഉപദ്രവിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ഞാൻ ഇവിടെ കൗണ്ടറിലിരിക്കുന്ന ആളെ വിളിച്ച് ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നു. പിന്നെ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെട്ടതും ചീത്ത വിളിച്ചത്. PC ജോർജ് മുഖത്താണ്, PA മുഖത്ത്. അല്ല, പരാതി കൊടുക്കണമെന്നുണ്ട്. അത് പുള്ളിയാണ് മോശമായിട്ട് സംസാരിക്കുകയും അടിക്കുകയും പരാതി കൊടുക്കണമെന്നുണ്ട്. പല പ്രാവശ്യം ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ശകലം താമസിച്ചാൽ പുള്ളി ദേഷ്യപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ടെലിഫോണിൽ ചേരുകയാണ്. ഷീജ, മർദ്ദനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണ്? മനു പരാതി കൊടുത്തിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ?
ജോർജറ്റ് MLA ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീയിലെ ജീവനക്കാരനാണ് മനു PC ജോർജിന്റെ മുറിയിലേക്ക് ഊണുമായി എത്തിയപ്പോഴായിരുന്നു സംഭവമുണ്ടായത്. ഊണിന് ഓർഡർ ചെയ്ത് 20 മിനിറ്റ് വൈകി എന്നുള്ളതാണ് ഇത്തരത്തിൽ മർദ്ദനത്തിനിടയാക്കിയത് എന്നാണ് പരാതിക്കാരനായ മനു പറയുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഊണുമായി താൻ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ മോശം ഭാഷയിൽ അവിടെ കഫേ കുടുംബശ്രീയുടെ റിസപ്ഷനിലുള്ള സ്ത്രീയോട് മോശം ഭാഷയിൽ PC ജോർജ് സംസാരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു താൻ മുറിയിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ തന്നോടും വളരെ മോശം ഭാഷയിൽ സംസാരിക്കുകയും എന്തിനാണ് ഈ രീതിയിൽ ചീത്ത വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് PC ജോർജ് ഇടിച്ചത് എന്നാണ് മനു പറയുന്നത്. അതിനുശേഷം PC ജോർജിനൊപ്പം ഉണ്ടായിരുന്ന സഹായി സണ്ണിയും മനുവിനെ മർദ്ദിച്ചിട്ടുണ്ട്. ഏതായാലും ചുണ്ടിനും അതോടൊപ്പം തന്നെ കവിളിനും പരിക്കുകളുള്ള മനു ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കഫേ കുടുംബശ്രീയിലെ റിസപ്ഷനിലെ ജീവനക്കാരിയോടും വളരെ മോശം ഭാഷയിൽ തന്നെയാണ് PC ജോർജ് സംസാരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പരാതി നൽകാൻ ഇവർ തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA ഹോസ്റ്റലിലെ ഹൗസ് കമ്മിറ്റി മേധാവിയോടും അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് ഓഫീസറോടും മനു ഇത് സംബന്ധിച്ചുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മനുവിനോട് ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയങ്ങൾ എല്ലാം തന്നെ PC ജോർജ് നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ താൻ ഊണ് ഓർഡർ ചെയ്ത് അതെത്താൻ 3/4 മണിക്കൂറോളം വൈകി. അതിന് റിസപ്ഷനിലുള്ള കുട്ടിയോട് മാത്രമാണ് താൻ ചെറിയ രീതിയിൽ സംസാരിച്ചത്, ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ അവാസ്തവമാണ് എന്നാണ് PC ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ അഞ്ചാലമൂട് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുകേഷ് MLA. ആർക്കിടെക്ട് ശങ്കർ ചെയർമാനായ ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. 10 കോടിയുടെ വികസന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. സ്കൂളിന്റെ അക്കാദമിക് നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ ഭൗതിക സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുക. ശങ്കറിന്റെ നേതൃത്വത്തിൽ ആർക്കിടെക്ട് വിഭാഗം സ്കൂൾ സന്ദർശിച്ചു. കുട്ടികൾക്ക് സ്വച്ഛവും പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാവും ഒരുക്കുക എന്ന് ശങ്കർ അറിയിച്ചു. തണലുകളുള്ള ഈ കഠിനമായ വെയിലത്ത് തണലുകൾ കിട്ടുന്ന നല്ല അക്കാദമിക് പാരമ്പര്യം കാത്തുരക്ഷിക്കുന്ന രീതിയിലുള്ള അധ്യാപന സൗകര്യങ്ങളും അധ്യയന സൗകര്യങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ളൊരു വികസനമാണ് നമ്മുടെ മനസ്സിനകത്ത് സ്വപ്നം കാണുന്നത്. സംസ്ഥാന സർക്കാർ ഫണ്ടിനു പുറമെ MLA, MP, കോർപ്പറേഷൻ എന്നിവരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വ്യാപാര വ്യവസായ സമൂഹത്തിന്റെയും പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നും ഇതിനായി 10 കോടി രൂപ സമാഹരിക്കുമെന്നും മുകേഷ് MLA അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപയാണ്. പിന്നെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് സുമനസ്സുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നും പുറമേയുള്ള കാശും കൂടെ സ്വരൂപിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള പണി പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ അതിന് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ്, അതും നമ്മൾ ചർച്ചയിലൂടെയും പ്രവർത്തനത്തിലൂടെയൊക്കെ സമാഹരിക്കും. ടോയ്ലറ്റ് ബ്ലോക്ക്, കിച്ചൺ, ഡൈനിങ് ബ്ലോക്ക്, ജൈവ വൈവിധ്യ ഉദ്യാനം, ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികൾ, കുടിവെള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ എന്നിവയും ഉണ്ടാകും. വികസന രൂപരേഖ അവതരിപ്പിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി ഉടൻ യോഗം ചേരുമെന്നും മുകേഷ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൾസർ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ അഭിഭാഷകനിൽ നിന്നും ലഭിച്ച മെമ്മറി കാർഡിലുണ്ടെന്ന് സൂചന. മെമ്മറി കാർഡിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ഒളിവിൽ പോകുന്നതിന് മുൻപായി കളമശ്ശേരിയിൽ നിന്നും സുനി പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. ഇതിനിടെ പ്രതികളെ വാഗമണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതേസമയം മാർട്ടിൻ, വിജീഷ് എന്നിവരൊഴികെ മറ്റ് 4 പ്രതികളെ അടുത്ത മാസം 3 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാർട്ടിൻ, വടിവാൾ സലീം, മണികണ്ഠൻ, പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പൾസർ സുനിയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡാണ് പോലീസ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് FSL പരിശോധനയ്ക്കായി അയച്ചത്. ഈ മെമ്മറി കാർഡിൽ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. വെള്ള സാംസങ് ഫോൺ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ എടുത്തതെന്ന് നടിയും മാർട്ടിനും പറഞ്ഞിരുന്നു. ഈ ഫോണിൽ നിന്നും മെമ്മറി കാർഡ് ഊരിമാറ്റി അഭിഭാഷകന് കൈമാറുകയായിരുന്നുവെന്ന് സുനിയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അഭിഭാഷകൻ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കരുതിയാണ് മെമ്മറി കാർഡ് ഏൽപ്പിച്ചത്. കേസ് കെട്ടടങ്ങുമ്പോൾ തിരികെ വാങ്ങാമെന്നും കരുതി. എന്നാൽ ഇത് പോലീസിന്റെ കൈവശമെത്തുമെന്ന് കരുതിയിരുന്നില്ലെന്ന് സുനി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വെള്ള സാംസങ് ഫോൺ രക്ഷപ്പെടുന്നതിനിടെ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞു എന്നാണ് സുനിയുടെ മൊഴി. പകരം കളമശ്ശേരിയിലെ കടയിൽ നിന്നും ഒരു ഫോൺ വാങ്ങിയെന്നും മൊഴിയിലുണ്ട്. 2000 രൂപ വില വരുന്ന ഒരു ഫോണായിരുന്നു അത്. സുനിയെ കടയുടമ തിരിച്ചറിഞ്ഞു. ഇതിനിടെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പൾസർ സുനിയെയും വിജീഷിനെയും വാഗമണ്ണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവർ ഒളിവിൽ കഴിഞ്ഞ കുന്നിൻ ചെരുവിലും ഭക്ഷണം വാങ്ങിയ കടയിലും എത്തിച്ചാണ് തെളിവെടുത്തത്. ഹോട്ടൽ ഉടമ ഇരുവരെയും തിരിച്ചറിഞ്ഞു. നാളെ ആലപ്പുഴ, കായംകുളം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM നേതാവ് T. ഗോവിന്ദന്റെ അനുസ്മരണാർത്ഥം പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ വോളിക്ക് തുടക്കമായി. 8 ദിവസങ്ങളിലായി പയ്യന്നൂർ മുനിസിപ്പൽ ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക.